ലാസ്റ്റ് എപ്പിസോഡ് എൻഡായിരുന്നത് ഹീറോയിൻ പറഞ്ഞ ഒന്നും മൈൻഡ് ചെയ്തില്ലെന്ന് തോന്നിയ ആ ഒരു സീനിലാണെങ്കിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അവിടുന്ന് പോകാൻ നോക്കുന്ന ആ ഒരു സീനിലായിരുന്നു. തുറന്നെന്താ നടന്നറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമസ്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ പെട്ടിയെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ തിരിച്ചു വരുന്നതെന്നൊക്കെ നോക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഹീറോ ആണെങ്കിൽ വരുന്നൊന്നുമില്ല. അവൻ അതേപോലെ തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണെങ്കിൽ ഹീറോ പെട്ടിയെല്ലാം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ടാക്സി വിളിച്ചിട്ടാണെങ്കിൽ അവിടുന്ന് പോകാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൾ പോകാൻ നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഹീറോയ്ക്കാണെങ്കിൽ പെട്ടെന്ന് വെളിപാടുണ്ടായ പോലെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണെങ്കിൽ അവൻ തിരിച്ചാണെങ്കിൽ അവളെ ഫോളോ ചെയ്തിട്ട് ഓടുന്നുണ്ട്. പക്ഷേ ആണെങ്കിൽ അവൾ കണ്ടു നിർത്തുന്നൊന്നുമില്ല. ശേഷമാണെങ്കിൽ അവൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമാവുകയാണ്. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ ഹീറോയിനെ പറ്റി ആലോചിച്ചിട്ടും ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടിലൊക്കെ ആലോചിച്ചിട്ടും ഭയങ്കരമായിട്ട് കരയുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ഹീറോയിൻ തിരിച്ചു വരുവാണ്. ശേഷമാണെങ്കിൽ അവനോട് പറയുകയാണ്, നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തുമാത്രം അന്ന് വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഹീറോ അന്ന് അവളെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ദിവസം എന്തുമാത്രം കരഞ്ഞും ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിനക്ക് ഇന്ന് മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ്. അതുപോലെ നീ ഇപ്പോൾ വിഷമിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സമയത്താണെങ്കിൽ അവനാണെങ്കിൽ അടുത്ത് നിന്നിട്ട് പറയണം, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ശരിയാണ്, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും നീ പറഞ്ഞ പോലെ സോൾവ് ആകാൻ പോകുന്നില്ല. ബുദ്ധിമുട്ടുകൾ സോൾവ് ആയിട്ട് ഒരിക്കലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയുകയാണ്. എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കിനി ഒരുമിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകാമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടത് ഉടനെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒന്നുമല്ല കേൾക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു, എനിക്ക് നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് വിചാരിച്ചത്. നീ പറഞ്ഞ രീതിയൊന്നും എനിക്കത്ര സെറ്റപ്പായിട്ട് തോന്നുന്നതാണ്. ആ സമയത്ത് അവൻ തിരിച്ചാണെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം എനിക്ക് ഒഫീഷ്യലി നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഓരോന്ന് പറയുകയാണ്. എനിക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല, ഇതുപോലെയല്ല, കുറച്ചും കൂടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എന്തൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല, എന്തായാലും ഞാൻ ഡിസൈഡ് ചെയ്യട്ടെ നിന്നെ എൻ്റെ ബോയ് ഫ്രണ്ട് ആക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. സമയത്ത് എനിക്കറിയാം നീ ഒത്തിരി ടൈം എടുക്കുമായിരിക്കും ഡിസൈഡ് ചെയ്യാനായിട്ട്, കാരണം ഞാൻ തന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് നീ എന്താ പൊട്ടനാണോ, നീ എന്നെ അത്രയ്ക്ക് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഇത്ര പെട്ടെന്ന് ബോയ് ഫ്രണ്ട് ആക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ അവിടുന്ന് ഇവിടം വരെ വന്ന് നിന്നെ ഇവിടുന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുമെന്ന് ചോദിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ അവനാണെങ്കിൽ അവളെ ഹഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം അവൾ പറയണം, എനിക്കിനി കട്ടിലേ പോയി കിടക്കാനൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ തോന്നുന്നില്ല, നീ എന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കുക, ഹോങ്കോങ് കാണിക്കുക, നമുക്ക് ഒരുമിച്ച് ഒന്ന് കറങ്ങാമെന്ന് പറയുകയാണ്. അതിനുശേഷം അവരാണെങ്കിൽ കുറേ സ്ഥലമൊക്കെ പോയി ഒന്ന് കറങ്ങി തിരിച്ചു വരികയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് വരുവാണ്. ശേഷമാണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അന്നാണെങ്കിൽ നമ്മൾ ഒരു ബണ്ണ് കഴിക്കാനായിട്ട്, അതായത് ഇവളുടെ ആ ഒരു ചീറപ്പ് ഡേ ഉണ്ടായിരുന്നില്ല, അന്നാണെങ്കിൽ അവർ ബണ്ണാണെങ്കിൽ ഒളിച്ച് പാത്തും കളിച്ചില്ലേ, ആ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. അതിനുശേഷം ആക്സിഡൻ്റ് ആയ കാര്യമൊക്കെ ഓർമ്മ, ഇപ്പം എനിക്ക് ചിരിയാ വരുന്നതൊക്കെ പറയുവാണ്. അതിനുശേഷമാണെങ്കിൽ ഇപ്പോൾ സമയമായി, ഇനി പറ നിനക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെയായത്, എന്തൊക്കെ എൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഡീറ്റെയിലായിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഇവരുടെ പേരൻസിന് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മൊത്തം നഷ്ടപ്പെടുകയും അവർക്ക് ഭയങ്കര ലോസ് ഉണ്ടാകുകയും ചെയ്തതിന് ശേഷം ഇവർ ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലേക്ക് ഇവൻ്റെ പേരൻസ് വന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ ഭാഗത്ത് വർക്ക് ചെയ്യാനൊക്കെ പോകാൻ തുടങ്ങിയിട്ട് അതിന് ശേഷം അവരുടെ പേരൻസിന് ഡിവോഴ്സ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ എബ്രോഡിലേക്കുള്ള എക്സാംസൊക്കെ പാസ്സായെങ്കിൽ പോലും അവന് ഫുൾ സ്കോളർഷിപ്പ് കിട്ടി എങ്കിൽ പോലും അവനവിടെ കഴിയാൻ പറ്റില്ല. കാരണം നമ്മൾ എബ്രോഡിലേക്ക് സ്കോളർഷിപ്പ് കിട്ടിയെങ്കിലും അവിടെ പോയി കഴിയണമെങ്കിൽ, അവിടെ പോയി പഠിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിത ചിലവിന് ക്യാഷ് വേണം. അപ്പോൾ അതും ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ വല്ലതും ജോയിൻ ചെയ്യാനൊക്കെയാണ് ആദ്യം വിചാരിച്ചിരുന്നത്. ഇതേ സമയത്ത് ഇവൻ്റെ കസിനാണ് പറഞ്ഞത്, അതൊന്നും വേണ്ട, നീ പുറത്തു പോയി തന്നെ പഠിച്ചോളാം, നിൻ്റെ ആഗ്രഹം പോലെ നീ എബ്രോഡിൽ തന്നെ പഠിച്ചോളാം, ഞാൻ കുറച്ച് സേവിങ്സ് ഉണ്ട് അത് ഞാൻ നിനക്ക് തരാം, ആ കാശ് വെച്ച് നീ പഠിച്ചോളാൻ പറയുകയാണ്. അത് നിങ്ങൾ സേവ് ചെയ്ത കാശ് വെച്ച് എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഭയങ്കര തെറ്റാണ്. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തുള്ള ആവശ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞ സമയത്ത് അതൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കിപ്പോൾ എന്ത് ബുദ്ധിമുട്ട് വരാനാണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്തായാലും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാനുള്ള ക്യാഷൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ തരുന്ന കാശ് നീ പഠിക്കും, എന്നിട്ട് നീ നല്ല ബുദ്ധിമാനാണ്, നിനക്ക് ഉറപ്പാണ് ഫുൾ സ്കോളർഷിപ്പ് ഉണ്ട്, ജീവിത ചിലവിനുള്ള കാശ് മാത്രം നിനക്ക് മതി, നീ അവിടെ പോയി നന്നായിട്ട് പഠിച്ച് പെട്ടെന്ന് തന്നെ നീ ജോലി വാങ്ങിക്കും, ശേഷം ജോലി കിട്ടിയിട്ട് നീ പൈസക്ക് എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറയുകയാണ്. അതിനുശേഷം അവനും ഒക്കെ പറയുകയാണ്, ഞാൻ ഉറപ്പായിട്ട് ജോലി കിട്ടി എല്ലാ കാശും നിനക്ക് തിരിച്ചു തരുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് തന്നെ കസിനെ കാണാനായിട്ട് ആരൊരാൾ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കമ്പനിയായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഇയാളെന്തോ തെറ്റ് ചെയ്തിരുന്നാലും കസിനാണെങ്കിൽ ഇയാളെ പിരിച്ചു വിട്ടിട്ടുണ്ട് ജോലി എന്നാണെങ്കിൽ അത് ചോദിക്കാനായിട്ടാണ് ഇയാൾ വന്നേക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ പിരിച്ചു വിട്ടെന്നൊക്കെ ദേഷ്യത്തോട് ചോദിക്കണം. ഈ സമയത്താണെങ്കിൽ അവരോട് മാറി സംസാരിക്കാമെന്ന് പറയുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും
ഈ പുള്ളിക്കാരനെ അയാൾ തള്ളിയിടുക. നമ്മുടെ കസിനെ ആണെങ്കിൽ ഇയാൾ വന്ന ആൾ തള്ളി താഴേക്കിടുവാണ്. താഴേക്കിട്ടതിന് ശേഷം ഇയാൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുകയാണ്. ICUവിലേക്ക് മാറ്റുവാണ്. ശേഷമാണെങ്കിൽ കോമയിലാവുകയാണ് ചെയ്യുന്നത്. അവരുടെ ചികിത്സാ ചിലവ് അവരുടെ ഇൻഷുറൻസിലൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാവുകയാണ്. അതിന് ചികിത്സാ ചിലവെല്ലാം കൂടെ നടത്തുന്നതിന് വേണ്ടി സിസ്റ്ററെല്ലാം, അതായത് ഇവൻ്റെ കസിൻ്റെ വൈഫാണെങ്കിൽ അവർക്കുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം വിറ്റാണ് ഓരോ കാര്യങ്ങളും ഇവർ ചികിത്സ ചിലവ് നടത്തുന്നത്. അതായത് ഭയങ്കര രീതിയിലുള്ള ചിലവാകുന്നുണ്ട്. കോമയിൽ കിടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പുള്ളിക്കാരനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ചിലവിന് വേണ്ടി എല്ലാ കാര്യവും വിൽക്കുവാണ്. അതായത് വീട് വിൽക്കുന്നു, കാർ വിൽക്കുന്നു, ഇങ്ങനെ വലുത് വിൽക്കണം. അവസാനം ക്യാഷ് തയ്യാറാക്കുമ്പോഴത്തേക്കും ഹീറോയുടെ ചിലവിനെ വെച്ചിരുന്നത്, ഈ പഠിക്കാൻ വെച്ചിരുന്ന ആ ക്യാഷ് പോലും ഹീറോ ആണെങ്കിൽ കൊടുക്കാൻ തരണം. അപ്പോൾ സിസ്റ്ററിലോ അത് പറഞ്ഞാൽ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഹസ്ബൻഡ് വൈഫ് നിനക്ക് പഠിക്കാൻ വേണ്ടി മരിച്ചേക്കണം, അത് വേണ്ടെന്ന് പറയണം. പക്ഷേ ആണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ കസിൻ്റെ ജീവനാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ ഹീറോയ്ക്ക് പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ക്യാഷും അവർ അങ്ങനെ ചിലവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാര്യവും ചിലവാക്കിയിട്ടും അതത്ര ശരിയാകുന്നില്ല. അതായത് പുള്ളിക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് തോന്നുന്നില്ല. വീണ്ടും ക്യാഷ് ചിലവാക്കേണ്ട അവസ്ഥ വരുവാണ്. അതേ സമയത്താണ് ഹീറോയിനെ ഹോങ്കോങ്ങിന് അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും അതോടൊപ്പം ജോലിയും ചെയ്ത് കുറേ ക്യാഷ് ഉണ്ടാക്കിയിട്ട് ഇതിനുള്ള ചിലവ്. ഇപ്പോൾ ഇവർ കസിൻ്റെ വൈഫ് അതോടൊപ്പം തന്നെ ഹീറോയും കൂടെ ഒരുമിച്ച് ക്യാഷ് ഉണ്ടാക്കിയാണ് ഈ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചുകൊണ്ടിരിക്കണമെന്ന് കാര്യം പറയണം. അതാണ് ശരിക്കും നടന്ന കാര്യം എന്നൊക്കെ ഹീറോയിനോട് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ ഹീറോ പറയാണ്, ഞാനാണ് എല്ലാത്തിനും കാരണം. ഞാനപ്പം നിന്നെയായിട്ട് പിരിയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ നീ ഇതിലേക്കൊന്നും വരരുത്, ഈ ബുദ്ധിമുട്ടിലൊന്നും നീ അറിയരുത് എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ എന്നോടൊന്നും പറയാത്തതെന്ന് പറയുകയാണ്. ശേഷം ഹീറോയിൻ പറയാണ്, എങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് ഒരു സൺറൈസ് പോയി കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ സൺറൈസ് കാണാൻ പറ്റുന്ന സ്ഥലം ഒരു തപ്പി അവസാനം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവൾ പറയുകയാണ്, ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല, നീ എന്നെയും വിട്ടു പോകരുത്, നമ്മൾ പിരിയാതെ ഒരുമിച്ച് നമ്മൾ ഇനി മുന്നോട്ട് പോകണം നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇവർ പരസ്പരം പറയുകയാണ്. അതിന് ശേഷമാണെങ്കിൽ ഹീറോയെ ഹഗ് ചെയ്യുകയാണ്. അവിടെ വെച്ചൊരു ഒരുമിച്ച് സൺറൈസും കാണുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, 3 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഒരുമിച്ചാണെങ്കിൽ അവസാനം സൺസെറ്റ് കണ്ടുന്ന സമയത്ത് നീ പറഞ്ഞിരുന്നു സൺസെറ്റ് ഇപ്പോൾ പോയിരുന്നെങ്കിലും ഒരു മറ്റൊരു തലത്തിൽ തിരിച്ചു വരുന്നുണ്ട് എല്ലാ ദിവസവും, അതുപോലെ തന്നെ നീ എന്നെ തേടി വന്നെന്നൊക്കെ പറയുകയാണ്. ശേഷമാണെങ്കിൽ പുള്ളിക്കാരൻ ഓരോന്ന് പറഞ്ഞാൽ മതി, എങ്കിൽ ശരി നമുക്കത് റെക്കോർഡ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ്, അതായത് ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകില്ല, എന്തൊരവസ്ഥ വന്നാലും, അതായത് ഇപ്പോൾ ഭൂകമ്പം വന്നാലും അല്ലെങ്കിൽ ഇനി വല്ല പ്രളയം വന്നാലും എന്തൊരു ബുദ്ധിമുട്ടിലും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും, അതായത് നമ്മളത് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും, ഒരിക്കലും പിരിയത്തില്ലെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കാണിക്കുന്ന ഹീറോ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എല്ലുവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കസിൻ്റെ വൈഫാണ് ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. അതായത് ഇത്രയും കാലം കോമയിൽ തന്നെ ആയിരുന്നില്ല പുള്ളിക്കാരൻ, കോമയിൽ നിന്ന് അയാൾ ഏറ്റിരുന്നു, അയാൾ കിടപ്പിലായിരുന്നു, കണ്ണൊക്കെ തുറന്നിരുന്നു, കിടപ്പിലായിരുന്നു, ഏറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടപ്പിലായിരുന്നു. പുള്ളിക്കാരനായതുകൊണ്ട് കുടുംബത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ കേസ് അയാൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഈ സമയത്ത് ഇപ്പോൾ പുള്ളിക്കാരൻ ഏറ്റു, അതുകൊണ്ട് എങ്ങോട്ടാണ് പോയത്, നടന്നു പോയിട്ടുണ്ടോ, എങ്ങോട്ടാണ് പോയത് ഇപ്പോൾ കാണുന്നതെന്ന് പറയാൻ വേണ്ടി കസിൻ്റെ വൈഫ് ഭയങ്കര പേടിച്ചിരിക്കുന്നു. ഇത് കണ്ടതും ഹീറോയും പേരോട് പേടിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ കസിൻ്റെ വൈഫിൻ്റെ കോൾ ഇടണം. അതായത് ഇവരിപ്പോൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു പഴയൊരു അപ്പാർട്ട്മെൻറ്റിലാണ് അവർ കഴിയുന്നത്. സോ അങ്ങോട്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, അതായത് കസിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരെല്ലാവരും അങ്ങോട്ട് പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുക, ഭയങ്കര തകർന്നിരിക്കുകയാണ്. കാരണം അയാൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അവർ ജനിച്ച സമയത്തേക്ക്. എങ്കിൽ പോലും അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുകയും കാറ് വാങ്ങിക്കുകയും നല്ലൊരു ലൈഫിലേക്ക് എത്തിയതായിരുന്നു. പക്ഷേ വീണ്ടും ആ പഴയ ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്ക് അയാൾക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. ഞാൻ കാരണം നിങ്ങളെല്ലാവരും വീണ്ടും ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് വന്നല്ലേ, എന്തിനു വേണ്ടി എല്ലാം വിട്ട് തൊലച്ചത്, എന്നെ അങ്ങ് കളഞ്ഞാൽ പോരായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ പോരായിരുന്നു, ആ രീതിയിലേക്ക് അയാൾ പറയണം. അപ്പോഴത്തേക്കും നിങ്ങൾ ജീവിക്കണം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്, ആ കാറും വീടും ഉള്ളതിനേക്കാളൊക്കെ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര സങ്കടമായിട്ട്, ഞാൻ ഒരു ബാഡായിട്ടുള്ളൊരു ഹസ്ബൻഡായിരുന്നു, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതാണ്, അല്ല ഒരിക്കലും അല്ല, നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞങ്ങളിതെല്ലാം ചെയ്തത്. അതിനുശേഷം ഹീറോയുടെ ഫണ്ടൊക്കെ തന്നെ എടുത്തെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവനും നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹം, അവന് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എങ്കിലും അവനും നിങ്ങൾ തിരിച്ചു വരണം തന്നെയാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഇയാളെ മനസ്സിലാക്കുന്നുണ്ട്. ശേഷം ഹീറോയിനും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അവൾ ബിയറും കൂടെ ഓർഡർ ചെയ്യുകയാണ്. ബിയർ ഓർഡർ ചെയ്ത സമയത്ത് അവർ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ പറയുകയാണ്, പണ്ടെന്നോട് അമ്മ പറഞ്ഞിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ ലോകം, ഈ ലോകത്തിലേക്ക് റിയൽ ലൈഫിലേക്ക് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകണമെന്നുള്ള കാര്യം എനിക്കിതിപ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അമ്മ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് സത്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോറി ഗൈസ്, ബാക്കിൽ പട്ടി കുരയ്ക്കുന്നുണ്ട്, എനിക്കിപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തുറന്നാണെങ്കിൽ ഹീറോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഹീറോയിൻ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, നിൻ്റെ ലൈഫ് നീയാണ് തിരഞ്ഞെടുത്തിരുന്നത്, നിനക്ക് ആഗ്രഹമുള്ള പോലെ നീ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു, പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മുടെ ഒപ്പം കൂടെ നിന്നില്ല, ആ രീതിയിലാണ് അതുകൊണ്ട് സംഭവിച്ചതേ ഉള്ളൂ, അല്ലാതെ നീ എടുത്ത ഡിസിഷൻ തെറ്റാണ് എന്നൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ഹീറോയിനെ സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. എന്നാണെങ്കിൽ
ഹീറോ പറയാണ്, എനിക്ക് എൻ്റെ കസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പുള്ളിക്കാരൻ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ പോലെ തന്നിരുന്നത്, പുള്ളിക്കാരൻ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്നു, ഭയങ്കര സ്മാർട്ടായിരുന്നു, എല്ലാ കാര്യവും നേടിയെടുക്കുമായിരുന്നു, എനിക്കും എൻ്റെ കസിനെ പോലെ ആണെന്നായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നത്. ഈ സമയത്ത് നിൻ്റെ കസിനിപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിനക്കും നിൻ്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഓർത്ത് നിനക്ക് പേടിയുണ്ടോ? നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉറപ്പായിട്ടും മുന്നേറണം, നിൻ്റെ ഒപ്പം ഞാനും ഉണ്ട്, എന്തെങ്കിലും സംഭവിച്ചു വയ്ക്കുകയും നമ്മൾ ഒരുമിച്ചത് മുന്നേറും എന്നൊക്കെ പറഞ്ഞ് ഹീറോയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ ചെയ്ത് അവനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹീറോയിൻ നോക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസമാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് അവൾ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതായത് ഹീറോയുടെ ഹസ്ബൻഡോട് വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ പറ്റി ഇങ്ങനെ ഭയങ്കര പുകഴ്ത്തി പറയുകയാണ്, കസിൻ എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് ഹീറോയെ കാണുമ്പോൾ നീ എന്ന ഭയങ്കര ആ ജീനിയസ് ആയിട്ടുള്ള ആളെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് ഹീറോയിനും കൂടെ വരുന്ന കണ്ട സമയത്താണെങ്കിൽ അപ്പോഴാണ് ഹീറോയിനെ ആദ്യമായിട്ട് കസിൻ കാണുന്നത്. കണ്ട സമയത്ത് പുള്ളിക്കാരനെ പരിചയപ്പെടുന്നുണ്ട്, നിന്നെക്കുറിച്ചുള്ള ഒത്തിരി കാര്യം ഹീറോ പറയുന്നുണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ അവൻ നിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് കസിനെ പറ്റിയുള്ള കാര്യവും പറഞ്ഞായിരുന്നൊക്കെ പറയുകയാണ്. അതിന് ശേഷമാണെങ്കിൽ ഇയാൾ പോവാണ്, അതായത് ഈ കൂടെ ഉണ്ടായിരുന്ന ഇയാൾ പോവാണ്. പോയ സമയത്ത് ആരെ ഫോൺ വിളിച്ച് പറയണ്ടോ, അയാൾക്ക് ഇപ്പോൾ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, ചുമ്മാ കിടപ്പ് മാത്രമാണ്, നമുക്ക് വലിയ കാര്യമൊന്നും അയാളെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ലെന്നും പറഞ്ഞ് ആരോ വിളിച്ചിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടതും ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യമാവുകയും അയാളെ ഭയങ്കരമായിട്ട് അടിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും കസിൻ്റെ വൈഫ് അങ്ങോട്ട് വരുന്നുണ്ട്. വന്ന ശേഷമാണെങ്കിൽ ഹീറോനോട് വയലൻസ് ഒന്നും പറ്റില്ലെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരാണ് അയക്കായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്തുമാത്രം മനുഷ്യൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ, ഇപ്പം നീ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് എങ്ങനെ തോന്നുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പുള്ളിക്കാരി പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ ഹീറോ ഭയങ്കര വയലൻ്റായിട്ടിരിക്കുന്ന കണ്ടിട്ട് ഹീറോയിന് ചോദിക്കുകയാണ്, നീ ആദ്യമായിട്ട് ഇങ്ങനെ വയലൻ്റായിട്ടിരിക്കുന്ന കാണുന്ന പറയുന്ന സമയത്ത് ഞാൻ ഒത്തിരി മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ പണ്ടത്തെക്കാരെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അവൻ പറയുകയാണ്, നീ വയലൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ എനിക്ക് ഇപ്പോഴും അപ്പോഴും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഹീറോയിനോട് പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കാണിക്കുന്ന കസിൻ്റെ വൈഫാണെങ്കിൽ ഇവരെ പുറത്തെങ്ങോട്ടോ കഴിക്കാനായിട്ട് കൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര വലിയൊരു ഹോട്ടലിലേക്കാണ് ഉള്ളത്. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോ പറയുന്നുണ്ട് ഇത്രയും വലുതായിരിക്കും വരുന്നതെന്ന്. അപ്പോഴത്തേക്കും പുള്ളിക്കാരി പറയുകയാണ്, നമ്മൾ എപ്പോഴും പാവപ്പെട്ടവരായിട്ട് അങ്ങനെ തന്നെ കഴിയാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുപോലെ നടക്കുകയുള്ളൂ. നീ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി, നിൻ്റെ എഡ്യൂക്കേഷൻ വേണ്ടെന്ന് വെച്ചു, എഡ്യൂക്കേഷൻ ഇവിടെ നീ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നീ എബ്രോഡിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചോ, അതൊക്കെ നീ വേണ്ടെന്ന് വെച്ചു, ഒത്തിരി കഷ്ടപ്പെട്ട് നീ പണി ചെയ്തു, ഇനി ഇതൊന്നും വേണ്ട, ഇത് നീ നിൻ്റെ ജീവിതത്തിലേക്ക് മുന്നേറുക, ഇവരുടെ ഒപ്പം നീ മുന്നേറുക. ആ സമയത്ത് ഹീറോനോടും പറയുന്നുണ്ട്, ഇവനെ നീ ഒരുപാട് മിസ് ചെയ്തു, ഞങ്ങൾ കാരണമാണ് അതെല്ലാം സംഭവിച്ചത്. അപ്പോൾ ഹീറോയും പറയണം, അതൊന്നും ഇല്ല, അത് കഴിഞ്ഞ കാര്യമാണ്, അത് മാത്രമല്ല അവൻ്റെ കസിന് വേണ്ടി അവൻ സ്വയം തീരുമാനിച്ച് ചെയ്ത കാര്യങ്ങളാണ്, അതൊന്നും ഒരു തെറ്റായ കാര്യമില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും പുള്ളിക്കാർ പറയാണ്, ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കേണ്ട സമയമാണ്, നിങ്ങൾ അതിനോട് തുടക്കമായിട്ട് ഒരു പ്രതീക്ഷയാകട്ടെ, ലൈഫിൽ പുതിയ കാര്യങ്ങൾ പ്രതീക്ഷയായിട്ടെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. ശേഷമാണ് പുള്ളിക്കാരി എല്ലാം വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരി കൊടുത്ത കാർഡ് വർക്കാകുന്നില്ല. അപ്പോൾ ഹീറോ ആണ് ഈ കാർഡ് ഇത് ഇന്ന് കാർഡ് വർക്കാകുന്നില്ലെന്നല്ല, അവിടെ കാർഡ് ഇപ്പോൾ എടുക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അതേ സമയത്ത് തന്നെ പുള്ളിക്കാരൻ കയ്യിലുള്ള കാശ് കൊടുക്കുകയാണ്. അപ്പോൾ തികയുന്നില്ല. അപ്പോൾ ഹീറോയിനാണ് വന്നിട്ട് കയ്യിലിരിക്കുന്ന കാശ് കൊടുക്കുകയാണ്. ശേഷം ഹീറോ പറഞ്ഞുകൊണ്ട് എന്തിനാ നിൻ്റെ കാശ് എടുത്ത് കൊടുത്ത് ചോദിക്കുന്ന സമയത്ത് അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് കാശ് പഠിപ്പിച്ച് കൈ കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ കൊടുത്തതെന്ന് പറയുവാണ്. ശേഷമാണെങ്കിൽ ഇതൊന്നും നമ്മുടെ കസിൻ്റെ വൈഫിൻ്റെ പറഞ്ഞില്ല, കാരണം അവർ ആഗ്രഹിച്ച് കൊടുത്ത ഒരു ഡിന്നറായിരുന്നു. അപ്പോൾ അവർക്ക് കാശ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അവർക്ക് സങ്കടമാവും, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ശേഷമാണെങ്കിൽ ഇവർ തന്നെ 2 ലോട്ടറിയും വാങ്ങിച്ചിട്ട് ഇവർക്ക് 2 കൊടുക്കുകയാണ്. ശേഷമാണെങ്കിൽ ഇതും പുതിയൊരു തുടക്കമാകട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷയോടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് പുള്ളിക്കാർ പോവാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇതിനാണ് ഇത്രയും ക്യാഷൊക്കെ മുടക്കുന്ന രീതിയിൽ പറയുമ്പോഴത്തേക്കും ഹീറോനാണ് പറയുന്നത്, അവരാഗ്രഹിക്കുന്നത് നമുക്ക് നല്ലൊരു തുടക്കമാണ്, അതിനുവേണ്ടിയാണ് ഇതെല്ലാം തരുന്നത്. അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ലോട്ടറി എടുക്കുന്നതിന് റീസണും കൂടെ ഉണ്ട്, നമ്മുടെ ലൈഫിൽ ഇനിയും നമുക്ക് പ്രതീക്ഷയുണ്ടെന്ന് അർത്ഥമാക്കുന്നതാണ് ഈ ലോട്ടറി എടുക്കുന്നതെന്ന് ഹീറോയിൻ പറഞ്ഞു കൊടുക്കുകയാണ് ഹീറോയ്ക്ക്. ഇവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് എൻഡാക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് എപ്പിസോഡ്, അതായത് ഇനി കൂടുന്നവർ 2 എപ്പിസോഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രാമ തീരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഡ്രാമ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അതോടൊപ്പം ചിലതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ.